ബാങ്കിൽ നിന്നാ വിളിക്കുന്നത് കൂടുതൽ കാശ് അടയ്ക്കാനേ ഇല്ലേ എടുത്തിട്ട് ഞാൻ വിടില്ലെന്ന് പറ. എന്റെ മനുഷ്യൻ നിങ്ങൾ എടുത്തിട്ട് ഞാൻ വിടില്ലെന്ന് പറ. ഇടി പുല്ല് നീ എടുത്തിട്ട് ഞാൻ വിടില്ലെന്ന് പറ. മനുഷ്യൻ നിങ്ങൾ എടുത്തിട്ട് ഞാൻ വിടില്ലെന്ന് പറ. നീ ഇന്ന് ട്യൂഷൻ മാസ്റ്റർ അടുത്ത് പോയില്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് ഓണമാ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങളിതൊരു ഷർട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നു. ആ ലോൺകാരൻ വന്ന് വിളിക്കുമ്പോ ഞാൻ എന്താ പറയും? ഇടി ഞാൻ പെയിന്റ് വേണ്ട വീട്ടിൽ കാണുമെന്ന് പറഞ്ഞാ മതി. അപ്പൊ അവര് നിങ്ങളെ തിരക്കി അങ്ങോട്ട് വരത്തില്ലയോ? വരും, പക്ഷെ ഞാനവിടെ കാണത്തില്ലല്ലോ. ഹലോ, എങ്ങോട്ടാ? ഞാൻ തുണി എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ അടുക്കള അടച്ചിട്ടുണ്ടോ എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ അടുക്കള അടച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് കിഴക്കുവശത്തെ കഥ തുറന്ന് അങ്ങനെ വന്ന് അടുക്കളയുടെ കഥ എങ്ങനെ ആ അടവേ കൈ വെച്ചിരുന്നാ മതി. അന്നേരം അടയ്ക്കണ്ടേ? അടയ്ക്കണ്ടോന്നോ? 2 മാസത്തെ പെൻഡിങ് കിടക്കുക. എവിടുന്നേലും പോയി പൈസ ഒപ്പിച്ചോണ്ട് പോവാ. എന്താ ഞാൻ രമ്യയിൽ എടുത്തോണ്ട് പോയി ചോദിച്ചിട്ടാ. പോന്നേ കൊള്ളാം, പക്ഷെ ആ വഴിക്ക് അങ്ങ് പോയേക്കരുത്. ഞാനങ്ങനെ പോകും. അതുകൊണ്ടാ പറഞ്ഞത്. മോളെ, ആ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോഴേ ഒരു 4 തേങ്ങയും കൂടെ തിരിക്കണം കേട്ടോ. അതൊക്കെ ഇന്നലെ രാത്രിയില് തിരിവ് വെച്ചപ്പോ സൂപ്പർ ആയിരിക്കും. ഉപദ്രവിക്കരുത്, എന്നിട്ട് വേണം വന്നവർ തിന്നാതെ പോവാൻ. മോളെ, ഇവളുണ്ടാക്കിയ ചിക്കൻ കറി കൂട്ടിട്ട് ആ രോമം പൊഴിഞ്ഞ പട്ടി ഉണ്ടല്ലേ, പിന്നെ ഈ പഞ്ചായത്തിൽ കയറിയിട്ട്. ഹലോ, എടി ഇവിടെ എല്ലാം റെഡിയാ. നീ ഒന്നും നോക്കണ്ട, നീ വേഗം ഇങ്ങോട്ട് വന്നാ മതി. എല്ലാരും വണ്ടിയിൽ കയറിയായിരുന്നോ? എടി പിന്നെ നീ മേരി ടീച്ചറിനെ വിളിച്ചായിരുന്നോ? അയ്യോ ഇല്ലേ. ഞാനും വിളിച്ചില്ല. ഇനിയിപ്പം ടീച്ചർ വിളിച്ചായിരിക്കും എന്തോ. എടി നിങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. എല്ലാ ആഹാരവും ഉണ്ട്. എടി കഴിച്ച വേറൊന്നും പൊട്ടാതിരുന്നാ മതി. ഇവിടെ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്തായാലും വേഗം ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ എന്താ വിശേഷം? ഇന്ന് ഇവിടെ നമ്മുടെ കുഞ്ഞാറ്റയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുന്നു. ഞാൻ പറഞ്ഞ ചേച്ചി വല്ല കടയിൽ നിന്ന് മേടിക്കാം. അപ്പൊ ഞാൻ തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കണം. മുമ്പ് അവരൊന്ന് കഴിച്ചിട്ടുണ്ടേ ഇല്ലപ്പാ. എനിക്കൊരു 5000 രൂപ വായ്പ വേണം. രണ്ടാഴ്ചക്കുള്ളിൽ തരാം. അയ്യോ അമ്പിളിയേച്ചി, ഇപ്പൊ എല്ലാം ഡിജിറ്റൽ യുഗമല്ലേ. ആരുടെ കയ്യിലാണ് ഇപ്പൊ കാശുള്ളത്? ഇപ്പൊ എല്ലാം ഗൂഗിൾ പേ വഴിയല്ലേ. ഭിക്ഷക്കാർക്ക് ഗൂഗിൾ പേ, മീൻകാരന് ഗൂഗിൾ പേ ഇല്ലേപ്പാ. ആശുപത്രിയിലല്ലേ ബില്ല് അടച്ചതിപ്പോ ഗൂഗിൾ പേ ഇല്ല. എന്റെ സ്കൂളിന്റെ ഫീസ് പോലും അടച്ചത് ഗൂഗിൾ പേ ഇല്ല. എന്റെ ബസ് ഫീസ് കൊടുത്തത് വരെ ഗൂഗിൾ പേയിലൂടെയാ അല്ലേ ചാച്ചാ? എന്നാലേ ഞാൻ ഞങ്ങളുടെ സാറിന്റെ നമ്പർ അങ്ങ് തരാം. അതിലൊന്നൊരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്യോ മോളെ? അയ്യോ അതെങ്ങനെയാ മോളെ? ഇപ്പൊ വന്ന പൈസ എല്ലാം ഗൂഗിൾ പേ ചെയ്ത് തീർന്ന്. ഇനിയിപ്പോ അടുത്ത ശമ്പളം വന്നാലേ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹലോ,
എത്തിയോ? ആ അമ്മ ഇതേവരെ കൊല്ലത്തെത്തി. ഇന്നെങ്ങനെ റെഡി ആവോ? ഒന്ന് വെപ്രാളപ്പെടാതെ അടുപ്പിലോട്ട് കയറ്റി റെഡിയാക്കാൻ താമസമേ ഉള്ളൂ. എന്ത് പറ്റി അമ്മ? മോളുടെ ഗ്യാസ് തീർന്നു തോന്നുന്നു. ഗ്യാസ് തീർന്നോ? എന്തോ അമ്മേ? അമ്മേ മോളുടെ ഇത് സമാധാനപ്പെടുക, വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നമുക്ക് മണ്ണെണ്ണ എടുക്കാം അല്ലേ അച്ഛാ? മണ്ണെണ്ണ തീർന്നോ? നീ വെപ്രാളപ്പെടാതെ സമാധാനം ഉണ്ടാക്കാം. എന്തോ സമാധാനം ഉണ്ടാക്കാൻ? ഇവിടെ ആഹാരമല്ലേ ഉണ്ടാക്കേണ്ടേ, സമാധാനമാണോ ഉണ്ടാക്കേണ്ടേ? അയ്യോ, പൈസ കൊണ്ട് വന്നേന്നോ? പൈസ വേണ്ട, ഞാൻ പല്ലവിനെ സാറിന് അടുത്ത മാസം കൊടുക്കാന്ന് പറഞ്ഞാ. നീ ഇപ്പൊ പൈസ വേണ്ട മോളെ. അയ്യോ അതല്ലേ ചേച്ചി, എല്ലാം കൂടെ വെട്ടിക്കണിച്ച് അടപ്പേ വെച്ചപ്പോ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. ഗ്യാസ് അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ നല്ല വലിയ ഉപകാരമായിരുന്നു. വൈകുന്നേരം തിരിച്ചു ചേച്ചി. അയ്യോ ദേ ഇവര് വിളിക്കുന്നു. ഹലോ അമ്മേ, ദേ അവരെത്തി. അതെ, എന്തുവാ ചെയ്ത്? ഇത് ചേട്ടന്റെ ഗൂഗിൾ പേ നമ്പരാ. ഗൂഗിൾ പേയോ? ഇതിലോട്ടെ ഒരു ഹായ് അടിച്ചാ മതി. അയ്യോ ചേച്ചി, അപ്പൊ പറഞ്ഞൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ, കുഞ്ഞാറ്റയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വരുമല്ലേ, ഒരു ഹെൽപ്പ് ചേച്ചി പ്ലീസ്. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ല മോളെ. ഞാനേ ചേട്ടന്റെ ഫോണിലോട്ട് ഒരു ഹായ് അയച്ചാ മതി. നിങ്ങള് ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു. അപ്പൊ വിത്തിൻ സെക്കൻഡുള്ളിൽ പരിപ്പ് കൊടുത്ത് പാൽപ്പായസം വരെ നിങ്ങളൊക്കെ വലിയ ഡിജിറ്റലായിരിക്കും, പക്ഷേ ഞങ്ങളൊരു അല്പം ഡീസന്റാ.